ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞല്ലേ ഈ സ്റ്റേജിലൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഭിനയിക്കാനൊക്കെ നമ്മൾ കയറൂലേ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ടെൻഷനൊക്കെ വരില്ല ഉള്ളൂ കൂടെ. ആ രീതിക്കുള്ളൊരു ടെൻഷനാട്ടോ എനിക്കിങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുമ്പം. ഇതിനിപ്പോൾ ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫേസിൽ ഇറേസ് ചെയ്യുക, അതായത് ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ആളുകളും ചെയ്യണൊരു കാര്യമാണ്. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കുള്ളൊരു ടെൻഷനാണ് ഈ ഒരു ഇറേസ് ചെയ്യണ സമയത്ത് കൂടുതലായിട്ട് പിന്നീട് വളരൂലേ, അപ്പം നമ്മൾ മുഖം ഒരുമാതിരി കാട് പിടിച്ച പോലെ ആവൂലേ, അങ്ങനെയൊക്കെ ചോദിക്കണ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇറേസ് ചെയ്ത് കുടുങ്ങിപ്പോയവരുണ്ട്. അതായത് ഇറേസ് ചെയ്തതിന് ശേഷം തരി തരി പിമ്പിൾസും അതുപോലെ തന്നെ ഭയങ്കര ചൊറിച്ചിലും ചുവന്ന കളറിൽ ഇങ്ങനെ തുടുത്ത് വരും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ട് ഈ ഒരു സംഭവം ഒഴിവാക്കിയ ആൾക്കാരും ഉണ്ട്. എന്താ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അങ്ങനെ ചെയ്തിട്ട് പണി കിട്ടിയവരുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്താന്ന് വെച്ചാൽ ടെൻഷൻ ഇങ്ങനെ കയറിയിട്ട് എന്തൊക്കെയോ ഒരു ടെൻഷൻകേട്. അപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇന്ന് സംഭവം നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസിൽ ഇറേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതിന് മുന്നേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അത് ഞാനൊന്ന് മാറ്റിത്തരാം. നമ്മൾ ഫേസ് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേസിലെ എയറൊക്കെ നന്നായിട്ട് വളരും എന്നുള്ളൊരു കാര്യം അത് വെറുതെ പൊട്ടയായിട്ട് പറയണം കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നമ്മളെ ഫേസിൽ എങ്ങനെയായാലും വളരും. അപ്പം ഇത് ഷേവ് ചെയ്യുമ്പം വളരില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ ഒരു വളർച്ച ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ഈ കാട് പോലെ വളരും എന്ന് പറയണത് വെറുതെയാണ്. ചെയ്തവരൊന്നും അങ്ങനെ പറയണത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞു ഞാൻ എൻ്റെ ഫേസ് റേസ് ചെയ്യില്ല, കാട് പോലെ വളരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി അവളെ കല്യാണം വന്ന സമയത്ത് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവള് അതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയുക, വളർന്നു എന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പം അത് വെറുതെ പറയുകയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ എന്നല്ല, അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയും. അപ്പം അത് ഫസ്റ്റത്തെ ഒരു കാര്യമാണ്, അതെല്ലാവരും ഒരു പേടിയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഫേസിൽ ഇറേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റായിട്ട് ഫേസിൽ ഇറേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ പാരച്യൂട്ടോ ഇനിയിപ്പം ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് എടുക്കാൻ. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയാണെന്നില്ല കേട്ടോ. അപ്പം ഈ ഒരു സ്കിൻ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് സ്കിന്നിൽ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയല്ല, കുറച്ചൊരു ഓയിലി ആക്കിയിട്ട് തന്നെ ഇടുക. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഇറേസ് ചെയ്യുന്ന സംഭവം. അപ്പം ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇത് നമ്മളെ 35 രൂപയ്ക്ക് 3 കിട്ടുന്ന ഒരു പാക്ക് ഉണ്ട്. എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കാർമസീഡ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റ തവണ. പക്ഷെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല, ഒക്കെ കണക്കായിട്ട് ഞാൻ തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഒരുപാട് മുറിയും എന്നൊക്കെയാണ് അവർ പറയാം പ്രൊമോഷനൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എനിക്കെന്ന് തോന്നിയില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഷേവ് ചെയ്യണം. ഒരിക്കലും താഴത്തു നിന്ന് മുകളിലോട്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വലിച്ചു പിടിച്ച് വേണം കേട്ടോ ഷേവ് ചെയ്യാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചൊന്നും ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ മുറിവ് പറ്റുകയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇത് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ എന്താ പറയുക, ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ചിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഇറേസ് ചെയ്ത ശേഷം ഇപ്പോൾ ഓയിലി സ്കിന്നറൊക്കെ ആണെങ്കിൽ ഓയിൽ മുഖത്ത് തട്ടാൻ നിൽക്കും പിമ്പിൾസ് പൊട്ടി മുളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഓൺ ദ സ്പോട്ട് നമ്മളിത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സോപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് വാഷോ സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഈ ഒരു വാഷ് ചെയ്യുമ്പോൾ വേണം നിങ്ങൾക്ക് കൂൾ വാട്ടർ, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത ശേഷം ഐസ് ക്യൂബ് ഇല്ല അതെടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം തരിതരി പിമ്പിൾസ് വരാണ്ടിരിക്കാനും ആ ഒരു ചുവപ്പ് കളർ വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നില്ല, വരില്ല. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു 2 സ്റ്റെപ്പ് നിങ്ങൾ ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയല്ലേന്ന്. അല്ല, എനിക്കിത് യൂസ് ചെയ്ത സമയത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, തരിതരി പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത സമയത്ത് യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് ഈ 2 അറിവുകൾ. ഐസ് ക്യൂബ് വെക്കുക, ഷേവ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ഷേവ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ, എന്താണ് മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്യാമെന്ന്. പക്ഷെ അതെനിക്ക് സക്സസ് ആയില്ല. എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ
ഷേവ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അപ്പം എൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ, അവളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവൾ വന്നിട്ട് എനിക്ക് മേക്കപ്പ് പുലർച്ചയ്ക്ക് ചെയ്യുമ്പോഴാണ് എന്നോട് പറഞ്ഞു അയ്യോ ഷേവ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഷേവ് ചെയ്യണ സംഭവമൊക്കെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാ. അപ്പോൾ അവളിനോട് പറഞ്ഞത് ഞാൻ ചെയ്തുതരാൻ പറഞ്ഞിട്ട് അവൾ എനിക്ക് ചെയ്ത് തന്നപ്പം വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല മോയ്സ്ചറൈസർ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ മോയ്സ്ചറൈസറൊക്കെ വെച്ച് ഷേവ് ചെയ്ത് തന്ന്. പക്ഷെ എനിക്കത് വർക്കായില്ല. എനിക്ക് 2 ദിവസം നെക്സ്റ്റ് ഡേ തന്നെ ഇങ്ങനെ തരി പിമ്പിൾസൊക്കെ വന്നു. ആദ്യത്തെ തന്നെ പ്രശ്നം തന്നെ വന്നു. അപ്പം മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സംഭവം എനിക്ക് വർക്കായിട്ടില്ല, വെളിച്ചെണ്ണ തന്നെയാണ് എനിക്ക് വർക്കായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഒന്നൊന്നും പറയണത് കാട് പോലെ പുരുകം വരുമെന്നുള്ളതാണ്. അത് നമ്മൾ തീർത്തു വരത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ. 2 എന്ന് പറയണത് എങ്ങനെ നമുക്ക് റാഷസും പിമ്പിൾസും വരാതെ ഷേവ് ചെയ്യാം. 1 വെളിച്ചെണ്ണ തേക്കുക, 2 മുഖം കഴുകുമ്പം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുക. ആഫ്റ്റർ നമ്മൾ ഷേവ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ചെയ്യുക. ഇതാണ് 2 സ്റ്റെപ്പ്. ഇനിയിപ്പോൾ ഈ ഷേവ് ചെയ്യുന്നതുകൊണ്ടൊക്കെ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആവും. ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ഒരു മേക്കപ്പ് ഭയങ്കര സ്മൂത്തായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഇൻസ്റ്റൻ്റിൽ ഒരു ഗ്ലോ ഉള്ള പോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഇച്ചിരി ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിന് വന്ന പോലെ, ഒരു ബ്രൈറ്റ് ആയ പോലെ, വെളുത്തു എന്നല്ല കേട്ടോ, ഒരു ബ്രൈറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയണം കേട്ടോ. ഇതൊരിക്കലും ചെയ്യണം എന്നല്ല പറയണത്. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനിയിപ്പം റാഷസും പിമ്പിൾസും വരുന്ന ആളുകൾ ഈ ഒരു 2 റെമഡി ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയും നിങ്ങൾക്ക് എന്നിട്ടും പ്രശ്നം വന്നോ എന്നുള്ളത്. ഞാൻ ഗ്യാരണ്ടി ചെയ്യട്ടോ വരില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനത് ട്രൈ ചെയ്തൊരു ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു വിശ്വാസത്തിൽ പറയണേ, ട്രൈ ചെയ്തൊക്കെ എന്തായാലും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ബൈ.